പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ കരുതുകയും നമ്മെ സൂക്ഷിക്കുകയും നമ്മെ നടത്തുകയും ചെയ്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ നമുക്ക് അടുത്തു വരാം. നമുക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നമുക്ക് നടക്കാം. ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 56-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ഭാഗത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നീ എൻ്റെ ഉഴൽച്ചകളെ അറിയുന്നു. ഉഴന്നു നടക്കുന്നത് അറിയുന്ന ഒരു ദൈവം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഉഴന്നു നടക്കുവാനായിട്ടല്ല, പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കുവാനായിട്ടാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. നീ എൻ്റെ ഉഴൽച്ചകളെ അറിയുന്നു, കണ്ണുനീർ തിരുമുമ്പിൽ നിന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണുനീരിനെ മെഷർ ചെയ്ത് അവൻ്റെ തിരുമുമ്പിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ദൈവം. ഏതൊരു പ്രാർത്ഥനയിലും കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. നമ്മുടെ ദൈവം മനസ്സലിയുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീരിനെ കണ്ടത് മറികടക്കുന്ന ദൈവമല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ഉഴൽച്ചകളെ നീ അറിയുന്നു, എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നമ്മുടെ കണ്ണുനീരിനെ തൻ്റെ തുരുത്തിയിലാക്കി തൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഹിസ്കീയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഹിസ്കീയാവിനോട് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ഹിസ്കീയാവ് ഏറ്റവും ദുഃഖിച്ച് സങ്കടപ്പെട്ട് തൻ്റെ മുഖം ചുവരിനോട് തിരിച്ചു വെച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. സ്വർഗീയ ആലോചനയാണ്, സ്വർഗീയ അരുളപ്പാടാ, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, ശേഷിക്കുകയില്ല. ഇത് കേട്ടാൽ ഏതൊരു വ്യക്തിക്കും സങ്കടവും പ്രയാസവും വേദനയും ഉണ്ടാകും. എന്നാൽ ഹിസ്കീയാവ് ചെയ്തത് തൻ്റെ മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് ചുവരിനോട് നേരെ തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നത് നീ ഓർക്കണമേ. നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തത് നീ ഓർക്കണമേ എന്ന് ഹിസ്കീയാവ് പറഞ്ഞ് ഏറ്റവും അധികം കരഞ്ഞു. വളരെ സങ്കടപ്പെട്ട് ഹിസ്കീയാവ് കരഞ്ഞു. നീ ശേഷിക്കുകയില്ല, മരിച്ചു പോകും. ഈ ഒരു ദൂത് ഏത് വ്യക്തിക്ക് കേട്ടാലും അവൻ സങ്കടത്തിലാകും, ദുഃഖത്തിലാകും. ഹിസ്കീയാവും അതുപോലെ തന്നെയാണ്.
ചുവനോട് മുഖം തിരിച്ചു വെച്ച്, അയ്യോ യഹോവേ, എന്നെ സഹായിക്കണം, നിന്റെ സന്നിധിയിൽ ഞാൻ നടന്നതും നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തതും ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കീയാവ് ഏറ്റവും അധികം കരഞ്ഞു. അപ്പം നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് മെഷർ ചെയ്ത് തൻ്റെ തുരുത്തിയിലാക്കി തൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കണ്ണുനീരിൻ്റെ നടുവിൽ കൂടി, പ്രതിസന്ധികളുടെ അനുഭവങ്ങളിൽ കൂടി, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ തിരുമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തി സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. നമ്മുടെ കണ്ണുകൾ തിരുമുഖത്തേക്ക് നോക്കി കരയുമ്പോൾ അവിടുന്ന് വിടുതലുകളെ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹിസ്കീയാവ് ഏറ്റവും ദുഃഖിച്ച് കരഞ്ഞു. പ്രവാചകൻ നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് യഹോവയുടെ അരുളപ്പാട് രണ്ടാമത് അവനുണ്ടായി. അവൻ നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കീയാവിനോട് പറയേണ്ടുന്നത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഹിസ്കീയാവിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും ഈ നിമിഷവും ജീവിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അവിടുന്ന് മാറാത്തവനാ. നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും കേൾക്കുന്ന ഒരു ദൈവം, കാണുന്ന ഒരു ദൈവം. നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ പ്രാർത്ഥനയും കണ്ണുനീരും സ്വർഗത്തോളം എത്തി. സ്വർഗം അതിന് ഉടനെ തന്നെ മറുപടി കൊടുക്കുക. ചില വിഷയങ്ങൾക്ക് സ്വർഗം ഉടനടി മറുപടി കൊടുക്കും. നമുക്കറിയാം, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ 3 പേരെ തീച്ചൂളയിലിട്ട സമയത്ത് ആ ഓൺ ദ സ്പോട്ടില് 4-മനായി ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തിയ ഒരു ദൈവം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ആ സ്പോട്ടില്, ആ സമയത്ത്, ആ മൂമെന്റില് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞ ഒരു ദൈവം. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തൻ! നമ്മുടെ ദൈവം സകലത്തിനും മതിയായവൻ. നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും കേട്ട് നിന്റെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും മറുപടി നൽകുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. യശയ്യാപ്രവാചകൻ ചെന്ന് ഹിസ്കീയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടിത്തന്നിരിക്കുന്നു. ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആയുഷ്കാലത്തെ ചൊല്ലി ഭീതിപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആയുഷ്കാലം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ ആയുസ്സിനെ പരിപാലിക്കുന്ന ഒരു ദൈവം, നിന്റെ വെള്ളത്തെയും അപ്പത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്ന ഒരു ദൈവം, നിന്റെ ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നിന്റെ കണ്ണീര് കണ്ട്, നിന്റെ ഉഴൽച്ചകളെ കണ്ട് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം.
കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവം. അത് തുരുത്തിയിലാക്കുക മാത്രമല്ല, അത് തൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു ദൈവമാണ്. പിന്നെയും സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ പ്രയാസത്തിൻ്റെ നടുവിൽ, നിന്റെ വേദനകളുടെ നടുവിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പിതാവ് എനിക്ക് അനുകൂലം, പുത്രൻ എനിക്ക് അനുകൂലം, പരിശുദ്ധാത്മാവ് എനിക്ക് അനുകൂലം. പ്രതികൂലമേ മാറുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എനിക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലമാര്? എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും നിന്റെ ഉഴൽച്ചയും ഒക്കെ കാണുന്ന ഒരു ദൈവം അവിടുന്ന് സ്വർഗത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി അയക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഇപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടി നൽകുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് വിടുതല തരുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യണം. ഇവിടെ സങ്കീർത്തനക്കാരൻ 56-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. നമുക്ക് പുകഴുവാനുള്ളത് കർത്താവിലാണ്. ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. നമ്മുടെ പുകഴ്ചയും പ്രശംസയും എല്ലാം കർത്താവ് മാത്രമായിരിക്കട്ടെ. ധനവാൻ തൻ്റെ ധനത്തിലും ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ കർത്താവിൽ പ്രശംസിക്കുക. സകല പ്രശംസയും സകല പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. നമുക്ക് പുകഴുവാൻ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ വചനത്തിൽ മാത്രമാണ് നമ്മുടെ പ്രശംസയും പുകഴ്ചയും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, ആശ്രയിക്കുന്നവരെ കരുതുന്ന ഒരു ദൈവം, ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ഒരു ദൈവം. അവരെ മാത്രമല്ല, അവരുടെ തലമുറകളെയും തലമുറയായി അവരെ പരിപാലിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? യഹോവയെ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകം മുഴുവൻ നമുക്ക് അനുകൂലം, കർത്താവ് നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മൾ വെറും സീറോയാ. എന്നാൽ ലോകം മുഴുവൻ നമുക്ക് എതിരായാലും കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ, ദാവീദ് പറയുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? മനുഷ്യരൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിനക്കുള്ള നേർച്ചകളെ കഴിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം അർപ്പിക്കും. സ്തുതിയും സ്തോത്രവും നമുക്ക് കർത്താവിന് അർപ്പിക്കാം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കും. നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നമുക്ക് നടക്കാം.
ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. സ്തുതി സ്തോത്രങ്ങളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നീ എൻ്റെ ഉഴൽച്ചകളെ കാണുന്നു. എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പുകഴാം. യഹോവയുടെ വചനത്തിൽ നമുക്ക് പുകഴാം. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അതുകൊണ്ട് ഉറപ്പോടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മുടെ സഹായവും പരിചയമാണ്. അവിടുന്ന് നമ്മുടെ ആശ്രയമാണ്. നമ്മുടെ ഉഴൽച്ചകളെ, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.